ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ മുഴുവൻ PRT വോളണ്ടിയേഴ്സിനും ടോർച്ച്, മഴക്കോട്ട് തുടങ്ങിയവ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവശാലും ഇത് കക്ഷി രാഷ്ട്രീയം നോക്കി പരസ്പരം കുറ്റം പറയേണ്ടതില്ല. കൂട്ടായിട്ട് ഇതിനൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നേരത്തെ ആന ഇവിടെ നമ്മുടെ പാറപ്പുറം പ്രദേശത്തൊക്കെ വന്നപ്പോൾ അന്നും ഇത് പറഞ്ഞ് എടുത്ത നടപടികളെല്ലാം പറഞ്ഞപ്പോൾ പ്രതിഷേധക്കാർ അത് ഏത് രീതിയിലാണ് എടുത്തതെന്നറിയില്ല. എന്നാലും ഇത് സർക്കാരിൻ്റെ കുറവാണ്, MLAയുടെ കുറവാണ് എന്നെല്ലാം പറഞ്ഞ് ആന നമ്മളെക്കാൾ മനുഷ്യരെക്കാൾ വലിയ ബുദ്ധിയുള്ള ഒരു ജീവിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇളനാട് മുതൽ നമ്മുടെ മണ്ണാത്തിപ്പാറ വരെ പണി ഏകദേശം നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് നമ്മുടെ പ്രിയങ്കരനായ MP അദ്ദേഹം മന്ത്രിയായുള്ള സമയത്ത് ഇത് ഇടപെട്ടപ്പോൾ അത്രയും ദൂരം നമുക്ക് അനുഭവിച്ചു കിട്ടിയുണ്ടായി. ആ പണി കഴിഞ്ഞോടുകൂടി ആ പ്രദേശത്ത് ഇപ്പോൾ വലിയ തോതിൽ ശല്യമില്ല. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി അതിര് പങ്കിടുന്ന നമ്മുടെ ഉദുവടി, ചെറുങ്ങോണം പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായതിനെ തുടർന്ന് ഈ ഭരണസമിതി അധികാരത്തിലെത്തിയ ഘട്ടത്തിൽ ഈ വിഷയത്തിനകത്ത് പ്രദേശവാസികളുടെ ഒരു യോഗം ചേർന്നിരുന്നു. MLA എന്ന നിലയ്ക്ക് നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമായി നമ്മുടെ പ്രിയപ്പെട്ട MLA മുന്നിലേക്ക് പോകുന്നുണ്ട്. പഞ്ചായത്ത് യോഗം ചേർന്ന ഘട്ടത്തിനകത്ത് ആ യോഗത്തിനകത്ത് പ്രദേശവാസികൾ ഉയർത്തിയ ചില ആശങ്കകൾ, ഒന്ന്, പ്രദേശത്തെ തെരുവുവിളക്കുകൾ കത്തുന്നതിൽ കുറവുണ്ട്, അല്ലെങ്കിൽ എണ്ണത്തിൽ വെളിച്ചം അവരുടെ ഒരു പ്രതിസന്ധിയാണ് എന്നുള്ളത്. ഭരണസമിതിയുടെ തൊട്ടടുത്ത യോഗത്തിൽ അതിനൊരു തീരുമാനം എന്ന നിലക്ക് അവിടെ ആവശ്യമുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ എവിടെയാണോ വെളിച്ചം വേണ്ടത് അവിടെ ഇടുന്നതിന് വേണ്ടി നമ്മൾ ഭരണസമിതി ഏൽപ്പിച്ചു. ഏറെക്കുറെ ആവശ്യപ്പെട്ട എല്ലാ ഭാഗങ്ങളിലേക്കും അത് ഇടുന്ന പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചു. രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന നിലയ്ക്ക് പറഞ്ഞിരുന്നത് നല്ല വെളിച്ചം കിട്ടുന്ന ഹൈമാസ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് അവിടെ സങ്കേതം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെന്നുള്ളതാണ്. നമ്മുടെ MP അനുവദിച്ച ഒരു ഹൈമാസ്റ്റ് ഇപ്പം നമ്മളവിടെ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം, അതിൻ്റെ തറയുടെ പണി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഉടൻ തന്നെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS അനുരൂപ്, ശ്രീജ മണികണ്ഠൻ, രവീന്ദ്രനാഥ്, വാർഡ് മെമ്പർമാരായ ഫസീല ബഷീർ, സുനജ ശിവൻ, സ്വപ്ന നാരായണൻകുട്ടി, സബിത ദാമോദരൻ, സന്തോഷ്, ആസിയ, PM മുസ്തഫ, ഗിരിജ വല്ലഭൻ, ഷെരീഫ്, KK ഫസലു, റഫീഖ്, ശൈലജ, ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ MLA നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ആനശല്യം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്നത് ഈ പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ്. ആനയ്ക്ക് വളരെയധികം മര്യാദ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടാവാതിരുന്നത്. ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ കൈയെത്തുന്ന ദൂരത്ത് നമ്മുടെ നേരത്തെ വന്ന തൊഴിലാളികളെല്ലാം തന്നെ എത്തിച്ചേരുന്നുണ്ട്. നമ്മളെക്കാട്ടിലും മര്യാദ കൊണ്ട് ആന ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കാതിരിക്കാൻ വേണ്ടത്ര ഈ PRTകളെല്ലാം വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒരു രാത്രികാലങ്ങളായാൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എത്താവുന്ന ആളുകളെല്ലാം എത്തി അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവർ പെട്ടെന്ന് ഓടിയെത്തി കഴിഞ്ഞാൽ ആകെ ഇവരെ തുരത്താൻ 2 പടക്കം പൊട്ടിക്കൽ മാത്രമേ സാധിക്കുള്ളൂ, വേറെ ഒന്നും സാധിക്കില്ല. എന്തായാലും ആനകൾ എത്രയും പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം അങ്ങോട്ട് പോകുന്നല്ല, മുഴുവൻ ദൂരത്തേക്ക് പോകില്ല. പിന്നാലെ വീണ്ടും ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിന്നാലെ പോയി വീണ്ടും ആക്കിയാൽ മാത്രമേ കുറെ അങ്ങോട്ട് പോവുകയുള്ളൂ, ഉൾക്കാടുകളിലേക്ക് പോവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് പൊട്ടിച്ചാൽ ഇവർ പോയി എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ വീണ്ടും മടങ്ങി വരുന്ന ഒരവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ 3 മാസമായി ജില്ലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പാഞ്ഞാൾ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള അനുമോദനവും UR പ്രദീപ് MLA നിർവഹിച്ചു.
യോഗത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും ഹൈമാസ്റ്റ് ലൈറ്റ് നിർമ്മാണവും MLAയുടെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗും ആരംഭിക്കാനും തീരുമാനമായി. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം. ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.